ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ക്യാമറാമാൻ ആരായിരുന്നു എന്നും പുതിയതായി എനിക്ക് എൻ്റെ മകൻ ഗിഫ്റ്റായി കൊണ്ടുതന്ന ക്യാമറയും നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതൊക്കെയാണ് എൻ്റെ 4 വർഷങ്ങളുള്ള ക്യാമറാമാന്മാർ. ഇതെൻ്റെ മോൻ ആദ്യമായി എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നതാണ്. ആദ്യം ഒരു സാധാ ടച്ച് ഫോണായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അത് വെച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അതിനുശേഷം നല്ലൊരു ഫോൺ കൂടി ഇതിനോടൊപ്പം കൊണ്ടു തരികയും ചെയ്തു. കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം പോലും. അന്ന് മക്കൾ കൂടെ ഇല്ലാഞ്ഞപ്പോൾ ഒരു ഏകാന്തത ഫീൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് മുന്നോട്ട് പോകാമെന്ന്. ഈ 2 ക്യാമറാമാന്മാരെയും ഉള്ള കാട്ടിലും കൈതയിലും ഒക്കെ കൊണ്ടിട്ട് അത് ഒടിഞ്ഞും വളഞ്ഞും ഒക്കെ ഇരിക്കുന്നത് കാരണം ഇപ്പോൾ പുതിയ ഒരു ക്യാമറ എനിക്ക് ഗിഫ്റ്റായി എൻ്റെ മകൻ കൊണ്ടു തന്നു. ഇതാണ് ആ ക്യാമറ. ചൈനയുടെ DJI Osmo Pocket 4 എന്ന ക്യാമറയാണ്. ഇതിനകത്തുള്ള ഓരോ പാർട്സിൻ്റെയും ഫോട്ടോയും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് ചെറിയ ഹാൻഡ് പേഴ്സുകളിലായിട്ടാണ് ഇതിൻ്റെ ക്യാമറയും മറ്റുള്ള പാർട്സുകളും പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ 2 പേഴ്സുകളാണ് ഇതിനകത്തു ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓരോ പാർട്സുകളും അതിൻ്റെ ക്യാമറയും കാണാം. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഫ്ലാഷ് ലൈറ്റാണ്. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. ഇതതിൻ്റെ ചാർജറാണ്. ഇതതിൻ്റെ മുകളിലുള്ളത് അതിൻ്റെ ബട്ടണാണ്. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. ഇത് മൈക്കിന് മുകളിൽ വെക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് ഈ കാറ്റൊക്കെ വരുമ്പോൾ വോയിസ് ഷേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. ഇത് അതിൻ്റെ ചാർജറാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ക്യാമറ. ഇതതിൻ്റെ പൗച്ചാണ്. ക്യാമറ നമുക്ക് സേഫായി കൊണ്ടുപോകാനും വരാനും ഒക്കെയുള്ള പൗച്ചാണിത്. ഓസ്മോ എന്ന ലേബലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ. ഇതിൻ്റെയും ഫങ്ഷൻസൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. അതിനോടൊപ്പം ഉണ്ടായിരുന്ന വേറൊരു പൗച്ചാണ്. ഇതാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ട്രൈപോഡ് സ്റ്റാൻഡ്. ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ വെക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് ക്യാമറയോടൊപ്പം വരുന്ന ഒരു ലെൻസാണ്. അതിൻ്റെയും ഫങ്ഷൻസൊക്കെ ഇനി നോക്കി പഠിച്ചിട്ട് വേണം പരിചയപ്പെടുത്തി തരാൻ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ മൈക്ക് സെറ്റ്. DJI എന്ന് എഴുതിയിട്ടുള്ള മൈക്ക് സെറ്റാണിത്. ഇതൊരു മാഗ്നറ്റാണ്. ഇതിൻ്റെയും ഫങ്ഷനൊക്കെ ഇനി നോക്കി പഠിക്കേണ്ടി വരും.
ഇതും മൈക്കിൻ്റെ പുറത്ത് വെക്കുന്നത് പോലുള്ള ഒരു ഐറ്റം തന്നെയാണത്. ഇത് ക്യാമറ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനുള്ള ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം പറഞ്ഞു തരാം. ഇത് അതിനകത്തുള്ള ചൈനയുടെ പേപ്പേഴ്സുകളൊക്കെയാണ്. ഇതിനകത്തുള്ള യൂസറും മാനുവലും ഒക്കെയാണ് ഇതൊക്കെ. ഇതും അതിനകത്തു നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണ്. ഇതാണ് DJIയുടെ ഓസ്മോ പോക്കറ്റ് 4 എന്ന ക്യാമറ. ഇതതിൻ്റെ ജോയിസ്റ്റിക്കാണ്. ക്യാമറ മുകളിലോട്ടും താഴോട്ടുമൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതതിൻ്റെ ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ്. ഇതതിൻ്റെ ലോക്കാണ്, ക്യാമറയ്ക്കൊന്നും പറ്റാതിരിക്കാനുള്ള. ക്യാമറയുടെ ഫുൾ ഐറ്റംസ് ഇതൊക്കെയാണ്. ഇത് ജോയിസ്റ്റിക്കാണ്, ഇത് ബട്ടണാണ്, ഇതതിൻ്റെ സ്ക്രീനാണ്. അതിൻ്റെ പുറത്തൊക്കെ ഉള്ള ലേബലുകളാണ് DJI ഓസ്മോ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ്. ഈ ക്യാമറയുടെ സ്ക്രീൻ നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ക്രീൻ തെളിഞ്ഞത് കണ്ടോ? ഇതിപ്പോൾ ക്യാമറ ഓൺ ആണ്. ബാക്കിലുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ജോയിസ്റ്റിക്ക് നമ്മൾ മുകളിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും ഒക്കെ കാട്ടിത്തരുന്നു. അതുപോലെ തന്നെ സൂം ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സ്ക്രീൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴേക്കും ആ ക്യാമറ താനെ ഓഫായിക്കോളും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുൾ പാർട്സുകൾ. ഇതെല്ലാം തന്നെ ഇനി ഈ പൗച്ചിലേക്ക് തിരികെ കയറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ ക്യാമറ. ഇതിങ്ങനെ തിരിച്ച് കാണിക്കാൻ മറന്നുപോയതാണേ. ഇത് ക്യാമറയ്ക്ക് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ ലോക്കിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ബൈ.